ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക കേട്ടോ. നിങ്ങളോടൊപ്പം ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് ദോഷം, നാവ് ദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞിരുന്നു മൈഗ്രെയിൻ്റെ കാര്യം എന്നോട് ചോദിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു മൈഗ്രെയിൻ ആണെന്നും പറഞ്ഞ് എല്ലാവരും ഒറ്റമൂലി ചെയ്തു നോക്കി. അവസാനം ഹോസ്പിറ്റലിൽ പോയി, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. പെയിൻ കില്ലർ കഴിച്ചു കഴിയുമ്പോൾ അങ്ങ് മാറും, ഇത് വേറെ എന്തോ വാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇങ്ങനെ മുടി ഉണ്ടായിരുന്നു, അത് തിക്കായിട്ട്. അതെല്ലാം ഈ കണ്ണ് ദോഷത്തിൻ്റെ, നാവ് ദോഷത്തിൻ്റെ എല്ലാം അങ്ങ് പറഞ്ഞങ്ങോട്ട് പോയി. എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഈ തലവേദന ഇങ്ങനെ സഹിക്കാൻ വയ്യാത്ത തലവേദന, മൈഗ്രെയിൻ്റെ ഒന്നുമല്ല, എനിക്ക് പറ്റുന്നില്ല. എന്നതാ ഈ തല ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു അനുഭവം എനിക്കെന്ന് പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പം മൈഗ്രെയിൻ കൊണ്ടുണ്ടാകുന്ന തലവേദന ഉണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായ ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മൈഗ്രെയിൻ കൊണ്ട് തലവേദന ഉണ്ടാകും, ഉറപ്പാണ്. ചില തലവേദനയൊക്കെ മാറാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ മൈഗ്രെയിൻ തലവേദന എന്നെ ഇട്ട് വലച്ചിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോയി, മെഡിക്കൽ സെൻറ്ററിൽ പോയി. അവസാനം തലയുടെക്ക് ഏറ്റവും അധികമായിട്ട് ചികിത്സയുള്ള ഇൻഡോ അമേരിക്കയാണ്. ഇൻഡോ അമേരിക്കയിൽ വരെ പോയിട്ട് എനിക്ക് മാറാത്ത തലവേദനയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നമാണെന്നുള്ളത്. അപ്പം ഞാൻ ഈ വിവരം വിളിച്ച് ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി എനിക്ക് മൈഗ്രെയിൻ ആണോ എന്നാ നടത്തില്ല, ഇത് ഓണക്കൊരു വിഷയം. എൻ്റെ പൊന്നു കൊച്ചല്ലേ, ഞാൻ ഈ കാര്യമൊക്കെ പറയുന്ന കേട്ടപ്പം ചേട്ടായി പറഞ്ഞു, മോനെ അത് മൈഗ്രെയിൻ ആണ്, അത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അതിനുള്ള മരുന്ന് ചെയ്യണം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ സാധനം മൈഗ്രെയിൻ അങ്ങ് മാറുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഇന്നത് പോണക്ക് ചെയ്യാൻ പറഞ്ഞത്. മറ്റൊന്നുമല്ലെന്നേ, നമുക്ക് 10 പൈസ ചിലവില്ലാത്തൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ചുമന്നുള്ളി എടുക്കുക, നല്ല രീതിയിൽ ചതച്ചെടുക്കുക. മിക്സിയിലിട്ടൊന്നും ചതയ്ക്കാൻ നിൽക്കല്ലേ, വല്ല ഇടികല്ലേലോ നമ്മുടെ പഴയ അരകല്ല് കിടപ്പുണ്ടല്ലോ അതേലെ വെച്ചിങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ചതയ്ക്കുക. എന്നുവെച്ചിട്ട് അതൊരു പാത്രത്തിലോട്ടിടുക. എന്നുവെച്ചിട്ട് നിങ്ങൾ തലയിൽ എന്തോരം എണ്ണയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരിത്തിരി എണ്ണ കൂടുതൽ വേണം, നന്നായിട്ട് നെറുകയിൽ ഇങ്ങനെ പൊത്താനായിട്ട് വേണം. അപ്പോൾ അത്രയും, അതും നിങ്ങൾ ഏത് എണ്ണയാണോ വെക്കുന്നത് അത് വെച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ വെളിച്ചെണ്ണ വെക്കുന്നവർ വെളിച്ചെണ്ണ ഒഴിക്കുക, കാച്ചെണ്ണ വെക്കുന്നവർ കാച്ചെണ്ണ ഒഴിക്കുക, അതൊന്നും പറ്റത്തില്ല. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എണ്ണ മാറി കുളിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പ്രശ്നങ്ങളുണ്ടാകും. അപ്പം നിങ്ങൾ വെക്കുന്ന എണ്ണ നിങ്ങൾ തലയിൽ വെക്കുന്നതിൽ അളവിൽ കൂടുതൽ ഒരു ലേശം കൂടെ ഒഴിച്ചങ്ങ് വെക്കാം. അതിൻ്റെ അകത്തോട്ട് തുളസിയിലില്ലേ, കൃഷ്ണ തുളസിയുടെ ഇല എന്ന് വെച്ചാൽ തണ്ടിലൊരു ശ്രീകൃഷ്ണനൊരു നീല കളറുടെ, അതിൻ്റെതും ഒരു പിടി ഇല രാവിലെ സന്ധ്യയ്ക്ക് മുമ്പേ പറിച്ചുകൊണ്ട് വെച്ചേക്കണം. എന്ന് വെച്ചിട്ട് രാത്രിയിൽ എന്നാ കാണിക്കണം, നിങ്ങൾ കിടക്കുന്നതിന് ഈ ഇല ഞെരടി ഈ ഉള്ളിക്കകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് ഈ തുളസി ഇല ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ നീര് വരുന്ന രീതിയിൽ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടങ്ങ് വെച്ചിട്ട് മൂടി അങ്ങ് വെച്ചേക്കണം. എന്നിട്ട് വെളുപ്പിനെ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതായത് 5:30 ആകുമ്പോഴത്തേനും നിങ്ങൾ എഴുന്നേറ്റിട്ട് കുളി കഴിഞ്ഞിരിക്കണം. 5:30. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് കുളിക്കും. എങ്ങനെയാണെന്നറിയാമോ, നമ്മൾ ഈ എണ്ണയും ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഉള്ളിയും തുളസിയുടെ ഇല കൂടെ ആ എണ്ണയ്ക്കകത്തോട്ട് ശരിക്കും മിക്സ് ചെയ്ത് ഇങ്ങനെ ഞെരടി പിഴിഞ്ഞ് മൊത്തം അതിൻ്റെ സത്തും ചാറും എടുത്ത് ഈ എണ്ണയിലോട്ടാക്കും. എന്നുവെച്ചിട്ട് ആ എണ്ണ എന്നാ കാണിക്കും, ആദ്യമേ നമ്മുടെ ഒരു ഉള്ളംകൈ എണ്ണ ഇങ്ങനെ നെറുകയിൽ വെച്ച് ഇങ്ങനെ തിരുമണം. എന്നുവെച്ചിട്ട് മൊത്തത്തിൽ തേക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ആ എണ്ണക്കൈ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇത് ഇവിടെ സെൻറ്ററിൽ വരണം. കയ്യ് ഈ 2 വിരൽ കണ്ടല്ലോ, ഈ ചൂണ്ടവിരൽ 2 ഇതേ ഇങ്ങനെ വന്നിച്ചിട്ട് ഇത് ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ താത്തി കൊടുക്കുക. അങ്ങനെ ഒരു കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് നേരം നിങ്ങൾ അങ്ങനെ തിരുമ്മി കൊടുക്കുക. തലയിലെ എണ്ണ തിരുമ്മ. എന്ന് വെച്ചത്തേന് നമുക്ക് കണ്ണിക്കൂടെ വരെ തണുപ്പും ഒരു കണ്ണിനീരൊക്കെ വരും. അപ്പം നമ്മൾ പോയി നല്ല തണുത്ത വെള്ളത്തിൽ തല തണുക്കെ കുളിക്കുക. ഇങ്ങനെ 7 ദിവസം ചെയ്താൽ എത്ര മാറാത്ത മൈഗ്രെയിനും മാറിയിരിക്കും, അതുറപ്പാണ്. അപ്പം ഇത് മാത്രം നിങ്ങൾ ചെയ്യുക. ചെയ്ത് വെച്ചിട്ട് മാറിയില്ലെങ്കിൽ എന്നെ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്ത പറയാവുള്ളൂ കേട്ടോ. ഈ പച്ചമരുന്ന് ചെയ്താൽ ആരുടെയും കിഡ്നിയും ലിവറും ഒന്നും അടിച്ചു പോകില്ല കേട്ടോ. ഇത് പുറമേ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചെയ്തു.
പിന്നെ ബാക്കിത്തെ കാര്യം ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പം ഇങ്ങനെ കണ്ണ് ദോഷം, നാവ് ദോഷം, മുടിക്ക് കണ്ണ് കിട്ടി, എൻ്റെ മുടി മുഴുവൻ പറിഞ്ഞു പോണു, മൈഗ്രെയിൻ ആണെന്ന് ഓർത്തുകൊണ്ട് ചികിത്സിച്ചിട്ട് അത് മൈഗ്രെയിൻ അല്ലായിരുന്നു, കണ്ണ് ദോഷവും നാവ് ദോഷവും ആയിരുന്നു എന്നാണ് ആ പുള്ളി പറയുന്ന കാര്യം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതാർക്കാണോ ഈ ദോഷമുള്ളത്, ഇപ്പം എനിക്കാണ് ഈ ദോഷമുള്ളതെങ്കിൽ പണ്ടത്തെ കാലത്താണ് ഒരു വീട്ടിൽ 15 പേരുണ്ട്, 15 പേർക്കും കൂടി ഒരു ജീപ്പായിരുന്നു, കുളിക്കുന്നത് ഒരു പിന്നെ സോപ്പയിലായിരുന്നു, അല്ലെ തോർത്തുന്നത് ഒരു തോർത്തന്. കാരണം അന്നത്തെ കാലഘട്ടം അങ്ങനെയുള്ളൂ, ആളാം പ്രതി എല്ലാവർക്കും വേറെ വേറെ മേടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഏത് വീട്ടിലും അവനവൻ്റെതായ ചീപ്പുണ്ട്, തോർത്തുണ്ട്, സ്വന്തമായിട്ട് സോപ്പുണ്ട്, ആരുടെയും മാറിയെടുക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇതുണ്ടോ, ഇത് ഞാൻ ചെയ്യുന്ന ചീപ്പാണേ. ഈ ചീപ്പ് വെച്ച് നിങ്ങൾ ഇങ്ങനെ തല അത്യാവശ്യം മുഴുവൻ തലയെല്ലാം ചെടയെല്ലാം കളഞ്ഞ് തല നന്നായിട്ട് വൃത്തിയാക്കി കഴിയുമ്പോൾ ഈ ചീപ്പയിൽ ഇങ്ങനെ നമ്മളെ ചെടയോട് കൂടിയ മുടി കാണും, ആണുങ്ങളുടെ ആണെങ്കിലും ചെറിയ പൊടിമുടിയെങ്കിലും കാണും. അപ്പം ഈ ചീപ്പ് നമ്മൾ ചീയിട്ട് എന്ത് ചെയ്യണം, തലമുടി, പെണ്ണുങ്ങളാണെങ്കിൽ തലമുടി അങ്ങ് ഉരുട്ടിക്കെട്ടി വെക്കുക, ആണുങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് മാത്രം മതി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ ചീപ്പ്, അപ്പം ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ആ ചെയ്യാൻ തുടങ്ങും തൊട്ട് നമ്മൾ പിന്നെ ആരെന്ത് ചോദിച്ചാലും മിണ്ടാനോ സംസാരിക്കാനോ പാടില്ല. ഈ തല ചെയ്യാൻ തുടങ്ങി ഈ കർമ്മം തുടങ്ങുമ്പം തൊട്ട് ഒരക്ഷരം ആരോടും നിങ്ങൾ സംസാരിക്കരുത്. അപ്പം തല ചീകി കഴിഞ്ഞിട്ട് ഈ മുടിയോടുകൂടി ഈ ചീപ്പ് ഇങ്ങനെ നടുവേ അങ്ങ് കളയണം, ഓടിച്ചിട്ടും കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ, ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. മറ്റൊരാളെ കൊണ്ട് നിങ്ങൾ ഉപ്പും മുളകും എന്ന് വെച്ചാൽ അറിയാലോ, വറ്റൽമുളക്, ഉപ്പ്, കടുക്, ഈ 3 കൂട്ട സാധനം മാത്രം മതി. നിങ്ങളെ 3 പ്രാവശ്യം ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ഒഴിഞ്ഞ് താഴോട്ട് ഒഴിഞ്ഞ് 3 പ്രാവശ്യം ഒഴിഞ്ഞതും ഒരു പേപ്പറിൽ ആദ്യമേ തന്നെ ഇവിടെ മാറ്റി വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചീപ്പ് കൊണ്ട് തല ചീയിട്ട് ചീ പൊടിച്ചിട്ട് അതിലോട്ട് വെക്കണം. നടുവേ ഒടിഞ്ഞ് 2 പീസാണ്. ഈ പേപ്പറിൽ ഉപ്പും മുളകും കടുകും കൂടെ നമ്മൾ ഇങ്ങനെ ഓതി വെച്ചേക്കുന്നതിൻ്റെ അകത്തോട്ടിടുക. എന്നിട്ട് അന്ന് ഒരക്ഷരം ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് മിണ്ടരുത് തൊട്ട്, ഈ ഉപ്പും മുളകും ഓതാൻ തുടങ്ങും തൊട്ട് മിണ്ടിയേക്കരുത്. എന്നുവെച്ചിട്ട് നിങ്ങൾ അടുപ്പുള്ളവർ, പുറത്ത് വിറകടുപ്പുള്ളവർ അവിടെ തീ കൂട്ടി വെച്ചിട്ട് അങ്ങ് അതിൻ്റെ അകത്തോട്ടിട്ട് കത്തിച്ച് കളയുക. അതല്ല ഇതൊന്നുമില്ലെങ്കിൽ പുറത്ത് കുപ്പിയെങ്കിലും കൂട്ടിയിട്ട്, അതായത് കരിയിലെല്ലാം അവിടെ കൂട്ടിയിട്ടും ഇത് കത്തിച്ച് അങ്ങനെ കളയുക. അങ്ങനെ ഇതൊരു 7 ദിവസം നിങ്ങൾ ചെയ്താൽ എത്ര കണ്ണുദോഷവും നാവ് ദോഷവും പോയി കിട്ടി നിങ്ങൾ മിടുക്കരാകും. ഉറപ്പ്. അത് നിങ്ങളൊന്ന് ചെയ്തേക്കുക കേട്ടോ. എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും നെഗറ്റീവ് പറയുന്നവരും ഉണ്ട്, പോസിറ്റീവ് പറയുന്നവരും ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ നെഗറ്റീവ് പറയുന്നവർക്കാണേലും ഇങ്ങനെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിനാന്ന് ഓർത്തുകൊണ്ട് ചികിത്സിച്ചിട്ട് ഭേദമാകാത്തവർ, കണ്ണുദോഷത്തിൻ്റെ ആയാലും നാവുദോഷത്തിന്, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു. അത് ആ മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടുപോയി കഴിയുമ്പം ഇതാണ്ട് ഈ കൂട്ടത്തിൽ അതങ്ങ് വിട്ടുപോയിക്കോളും. അപ്പോൾ ഇതെല്ലാം നോർമൽ ആയിക്കോളും കേട്ടോ. അന്ന് വെച്ച് ഇതൊരു ശരീരത്തിൻ്റെ ഒരു ചികിത്സയല്ല, അതായത് ഒരു മനസ്സിൻ്റെ ഒരു ചികിത്സയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വീണ്ടും എന്തെങ്കിലും മനസ്സിലാകാത്തവരും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റ, ബൈ ബൈ, ഓക്കെ.